തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കുള്ളിൽ നടക്കും. 2026 കേരളത്തിൻ്റെ വിധി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. കേരളത്തിൻ്റെ വിധി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFിൻ്റെയും കൂടി വിധി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. VD സതീശൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടുമെന്നൊക്കെ അദ്ദേഹം വെച്ച് കാച്ചുന്നുണ്ട്. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. LDF ശക്തമായ രീതിയിൽ മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. ഗ്രൂപ്പില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ LDFന് കഴിയുന്നു എന്നത് അവരുടെ പ്ലസ് പോയിന്റാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ 10 മണ്ഡലങ്ങൾ ആഞ്ഞു പിടിച്ചാൽ LDFന് ലഭിക്കും. ആ 10 മണ്ഡലങ്ങളാണ് പൊളിറ്റിക്സ് കേരള ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ പരിഹരിച്ചാൽ ഉറപ്പായും LDF UDFിനുള്ള ഈ 10 സീറ്റുകൾ പിടിച്ചെടുക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം പാലയാണ്. മാണി സി കാപ്പൻ വിജയിച്ചു കയറിയ പാല. അവിടെ കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ വിജയിക്കാനുള്ള കാരണം കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പും CPM നേതാക്കളും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. പാല മുനിസിപ്പാലിറ്റി പ്രശ്നം, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇരുവിഭാഗത്തിനും വന്നു ചേർന്നു. ദീർഘകാലം UDFിലായിരുന്ന മാണി ഗ്രൂപ്പിനെ LDFിലേക്ക് സ്വീകരിക്കാൻ വലിയ ആവേശമൊന്നും CPM പ്രവർത്തകർ കാണിച്ചതുമില്ല. ഇത്തവണ ജോസ് കെ മാണിക്ക് CPM ഉറച്ച പിന്തുണ നൽകിയാൽ പാല LDFിൻ്റെ കയ്യിലിരിക്കും. മറ്റൊന്ന് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി വർഷങ്ങളായി മോൻസ് ജോസഫിൻ്റെ മണ്ഡലമാണ്. കടുത്തുരുത്തിയിൽ വലിയ വികസനമൊന്നും നടന്നിട്ടില്ല. ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മോൻസ് ജോസഫ് മത്സരിക്കുന്നു, ജയിക്കുന്നു. പലപ്പോഴും സ്റ്റീഫൻ ജോർജിനെ പോലെയുള്ള ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് LDF ഇറക്കിയിട്ടുള്ളത്. ഇത്തവണ അവിടെ ജോസ് കെ മാണി ഗ്രൂപ്പിനാണ് സീറ്റ്. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ജനകീയനായ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ മോൻസ് ജോസഫിൻ്റെ കുത്തക തീരും. ഈ ജോസ് കെ മാണി തന്നെ കടുത്തുരുത്തിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ വിജയം ഉറപ്പാണ്. അതാണ് കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ സ്ഥിതി. ആഞ്ഞൊന്ന് പിടിച്ചാൽ LDFിൻ്റെ കൂടെ പോകും കടുത്തുരുത്തി. ഇനി കോട്ടയമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചു കയറിയ കോട്ടയം. മുമ്പ് അവിടെ VN വാസവൻ MLA ആയിരുന്നു. VN വാസവൻ MLA ആയിരുന്നപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ VN വാസവനെ തോൽപ്പിച്ചത് വളരെ കുറച്ച് വോട്ടുകൾക്കാണ്. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ വീണ്ടും വിജയിച്ചു കയറുകയായിരുന്നു. കോട്ടയത്ത് ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ LDF നിർത്തിയാൽ, VN വാസവൻ തന്നെ അവിടെ മത്സരിച്ചാൽ വലിയൊരു വിജയം നേടിയെടുക്കാൻ കഴിയും LDFന്. ഇനി അങ്കമാലിയാണ്. ജോസ് തെറ്റയിൽ 10 വർഷം MLA ആയിരുന്ന അങ്കമാലി. കഴിഞ്ഞ തവണ റോജി M ജോൺ അവിടെ UDFിന് വേണ്ടി ജയിച്ചത് വലിയൊരു അട്ടിമറി തന്നെയായിരുന്നു. നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ, ജനതാദൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയോ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അങ്കമാലി LDFിനോടൊപ്പം പോകും. ഇനി പിറവമാണ്. ഗോപി കോട്ടമുറിക്കൽ CPMന് വേണ്ടി വിജയിച്ച മണ്ഡലമാണ് പിറവം. TM ജേക്കബിനെ MJ ജേക്കബ് ഒരിക്കൽ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ് പിറവം. പിന്നീട് TM ജേക്കബ് MJ ജേക്കബിനെ 400-ലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ച മണ്ഡലമാണ് പിറവം. ഇപ്പോൾ TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബാണ് അവിടെ MLA. യാക്കോബായ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് പിറവം. ഇവിടെ ഗോപി കോട്ടമുറിക്കലിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ
പിറവം LDFിൻ്റെ കൂടെ പോകും. കാരണം അനൂപ് ജേക്കബ് MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനം ആദ്യഘട്ടത്തിൽ കാഴ്ചവെച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ആ പ്രവർത്തനം തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിനെതിരായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. യാക്കോബായ സമുദായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ, പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ പിറവത്ത് അട്ടിമറി സംഭവിക്കും. ഇനി മൂവാറ്റുപുഴയാണ്. മാത്യു കുഴൽനാടൻ വിവാദമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന മൂവാറ്റുപുഴ. പിണറായിയുടെ മകൾ വീണയ്ക്കെതിരെയൊക്കെ വലിയ വിവാദമാണ് മാത്യു കുഴൽനാടൻ ഉയർത്തിയത്. എന്തായാലും അടുത്ത തവണ അവിടെ CPIയുടെ സ്ഥാനാർത്ഥി N അരുണാണ്. ജനകീയനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ N അരുണിന് പിന്നിൽ CPM സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയും LDFിന് ഈസിയായി പിടിച്ചെടുക്കാൻ സാധിക്കും. ഇനി പെരുമ്പാവൂരാണ്. PP തങ്കച്ചൻ, കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ. പിന്നീട് സാജു M പോളിലൂടെ CPM അത് പിടിച്ചെടുത്തു, LDF അത് പിടിച്ചെടുത്തു. സാജു M പോളിനെ പോലെ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ കൂടെ പോകും LDFിൻ്റെ കൂടെ. എന്തായാലും പെരുമ്പാവൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് പെരുമ്പാവൂരിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ അത് LDFിന് ജയിച്ചു കയറാവുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാണ് LDFിന് വേണ്ടി അവിടെ മത്സരിച്ചത്. മാണി ഗ്രൂപ്പിന് ഒരു സ്വാധീനവുമില്ലാത്ത ഒരു മണ്ഡലമാണ് പെരുമ്പാവൂർ. അവിടെ ഒരു CPM സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും പെരുമ്പാവൂരിൽ വലിയൊരു അട്ടിമറി തന്നെ സംഭവിക്കും. അത് LDFിൻ്റെ കൂടെ പോകും. അടുത്ത മണ്ഡലം കുണ്ടറയാണ്. കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടിയമ്മയെ PC വിഷ്ണുനാഥ് തോൽപ്പിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ ആ മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അത് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് തിരിച്ചടിയായി മാറി. കുണ്ടറ യഥാർത്ഥത്തിൽ CPMൻ്റെ കോട്ട തന്നെയാണ്. മേഴ്സിക്കുട്ടിയമ്മ MA ബേബി തുടങ്ങിയവരൊക്കെ ജയിച്ചു കയറിയ മണ്ഡലമാണ്. ഇത്തവണ കുണ്ടറയിൽ മത്സരിക്കുന്നത്, CPMന് വേണ്ടി മത്സരിക്കുന്നത് ചിന്താ ജെറോമാണ്. അതുകൊണ്ട് തന്നെ കുണ്ടറയിലെ പോരാട്ടം തീപാറും. PC വിഷ്ണുനാഥിന് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം ചിന്താ ജെറോം കുണ്ടറക്കാരിയാണ്. അവർക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് കുണ്ടറ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം CPM പ്രവർത്തിച്ചാൽ, ചിന്താ ജെറോം പ്രവർത്തിച്ചാൽ കുണ്ടറ തിരികെ പിടിക്കാൻ CPMന് ഈസിയായി കഴിയും. അടുത്ത മണ്ഡലം കൽപ്പറ്റയാണ്. കൽപ്പറ്റ ജനതാദളിൻ്റെ മണ്ഡലമാണ്. LDFിന് വേണ്ടി ജനതാദൾ മത്സരിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന് വേണ്ടി സിദ്ദീഖാണ് അവിടെ ജയിച്ചത്. ഇത്തവണ കൽപ്പറ്റ CPM ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിയാൽ കൽപ്പറ്റ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ CPMന് കഴിയും. ഇനിയുള്ളത് തൃപ്പൂണിത്തുറയാണ്. K ബാബു കഴിഞ്ഞ തവണ കഷ്ടിച്ച് ജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല, അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്. തൃപ്പൂണിത്തുറ സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഈസിയായി CPMന് ആ മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ തന്നെ K ബാബു തലനാരിഴയ്ക്കാണ് സ്വരാജിനോട് രക്ഷപ്പെട്ടത്. എന്തായാലും സ്വരാജിനെ പോലെയുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയും ഇടതുകോട്ടയായി മാറും. ഇത്രയും ഈ 10 മണ്ഡലങ്ങൾ LDFിന് ഒന്ന് പരിശ്രമിച്ചാൽ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളാണ്. LDFിൻ്റെ ശക്തിദുർഗങ്ങളായ മണ്ഡലങ്ങൾ തന്നെയാണ് ഇത് എന്നതാണ് ഒരു പ്രത്യേകത. പക്ഷേ അവരുടെ തമ്മിലുള്ള തൊഴുത്തിൽ കുത്തും, ഈ മാണി ഗ്രൂപ്പും CPM പ്രവർത്തകരും തമ്മിലുള്ള അകൽച്ചയും ഒക്കെ കൊണ്ടാണ് ഈ മണ്ഡലങ്ങളിൽ പലതും CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത്. ഇത്തവണ CPM കരുതലോടെ ഇറങ്ങിയാൽ, ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചാൽ, ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ ഈ 10 മണ്ഡലങ്ങളും LDFിൻ്റെ കൂടെ പോകും എന്നുള്ളത് ഉറപ്പാണ്. സതീശൻ പറയുന്നത് പോലെ അങ്ങനെയൊന്നും 100 സീറ്റിലധികം നേടി UDF ജയിച്ചെന്നും വരില്ല. ജയിച്ചു വരണമെങ്കിൽ, UDFിന് ഇനി അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ നന്നായി പരിശ്രമിക്കണം സതീശനും ടീമിനും. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കണം.
VM സുധീരനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് പോസിറ്റീവായ ഒരു കാര്യമാണ്. അദ്ദേഹം മണലൂരിൽ മത്സരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് അത് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു LDFന് നല്ലൊരു വെല്ലുവിളി ഉയർത്താൻ UDFന് കഴിയും. പക്ഷേ LDF വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഈ 10 മണ്ഡലങ്ങൾ LDFന് പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളാണ്. ആ 10 മണ്ഡലങ്ങളിൽ തീപാറുന്ന പോരാട്ടം നടക്കും എന്നതും ഉറപ്പാണ്.